ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും CM Square വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിലെ പെർമനന്റ് റെസിഡന്റ് വിസ ഈസിയായി അപ്ലൈ ചെയ്യാവുന്ന രീതിയെക്കുറിച്ചാണ്. ആദ്യമേ തന്നെ immigration.government.newzealand എന്ന വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ പെർമനന്റ് റെസിഡന്റ് വിസ എന്ന ഈ ക്യാപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം റിയൽമി അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. അതിനുശേഷം മൈ വിസാസ് ചൂസ് ചെയ്യുക. ഇതിൽ അപ്ലൈ ഫോർ എ വിസ എന്ന ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഫോർ എ വിസ എന്ന ഈ പേജിലേക്ക് പോകുമ്പോൾ താഴെ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കാണാം. ആർ യു അപ്ലൈയിങ് ഫോർ എ ടെമ്പററി വിസ, റെസിഡന്റ് വിസ ഓർ ട്രാൻസിറ്റ് വിസ? ഇതിലെ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള റെസിഡന്റ് വിസ എന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ ന്യൂസിലൻഡ് സിറ്റിസൺ? നോ. ഹാവ് യു എവർ ഹെൽഡ് എ ന്യൂസിലൻഡ് റെസിഡന്റ് വിസ? യെസ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ സിറ്റുവേഷൻ. ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് ഐ കറന്റ്ലി ഹോൾഡ് എ റെസിഡന്റ് വിസ ആൻഡ് ഹാവ് ഹെൽഡ് ഇറ്റ് ഫോർ 2 years എന്നുള്ളതാണ്. ചൂസ് ചെയ്യാം. ഇഫ് യു were the principal applicant of your resident visa application, were you in New Zealand on the day your resident visa was granted? നമുക്ക് റെസിഡന്റ് വിസ അപ്രൂവ് ആയപ്പോൾ ന്യൂസിലാൻഡിലായിരുന്നവർ എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു പേജിലാണ് ആപ്ലിക്കൻസിന്റെ പേരെല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ പ്രിൻസിപ്പൽ ആപ്ലിക്കന്റ് ആരാണോ ആ ആളുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുക. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതിന്റെ റിക്വയർമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായി ഫയൽ ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എൻ്റെ പാസ്പോർട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആക്ഷൻ റിക്വയർഡ് എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ജസ്റ്റ് പാസ്പോർട്ട് ഫയൽ നെയിം റീനെയിം ചെയ്തു. അതായത് സ്പേസ് റിമൂവ് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആക്കി. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അത് ശരിയായി. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ശരിയാവും. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. ഐഡന്റിറ്റി ഡീറ്റെയിൽസ് എന്ന പേജിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. ഇവിടെ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം എൻ്റർ ആകുന്നുണ്ട്. ആക്ഷൻ റിക്വയർഡ് എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിലെ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഡു യു ഹാവ് എ മോണോനിം. അതായത് നമ്മുടെ ഒഫീഷ്യൽ നെയിം ഒരു നെയിമാണ് എങ്കിൽ നമുക്ക് മോണോനിമിന് ഈ ഒരു ക്വസ്റ്റിന് യെസ് എന്ന് കൊടുക്കാം. അതല്ല എങ്കിൽ നോ എന്ന് കൊടുക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിമും സൺ നെയിമും പാസ്പോർട്ടിൽ ഡിഫറെൻറ്റ് ലൈനിലാണ് എഴുതുന്നതെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനിയുള്ളതെല്ലാം എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ബർത്ത്. അപ്പം ഞാൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ പോപ്പപ്പ് വരും. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓർ പ്രൊവിൻസ് ഓർ റീജിയൻ ഓഫ് ബർത്ത്, അവിടെ കേരള എന്ന് കൊടുക്കാം. ഈ ടൗൺ ഓർ സിറ്റി ഓഫ് ബർത്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ കേരള എന്നുള്ളത് നമുക്കത് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതർ നെയിംസ്. ഹാവ് യു എവർ യൂസ്ഡ് എനി അതർ നെയിംസ്? നോ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം. നാഷണൽ ഐഡൻറ്റിറ്റി നമ്പറായിട്ട് ഞാൻ എൻ്റെ ആധാർ കാർഡാണ് കൊടുത്തത്. കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യ കൊടുത്തു. നെക്സ്റ്റ് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. വാട്ട് കൺട്രി ഓർ ടെറിട്ടറി വിൽ യു ബി ഇൻ വെൻ ദിസ് ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ്? അതിന് ന്യൂസിലാൻഡ് എന്ന് ടൈപ്പ് ചെയ്യാം.
പ്രീവിയസ് ക്ലയൻറ്റ് നമ്പറാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ റെസിഡൻറ്റ് വിസയിൽ ക്ലയൻറ്റ് നമ്പർ ഉണ്ട്. പ്രീവിയസ് ക്ലയൻറ്റ് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹോൾഡ് എനി അതർ സിറ്റിസൺഷിപ്സ് എന്നാണ്. അതിന് നോ എന്ന ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇതിന് ഫയൽ ചൂസ് ചെയ്യുക. ഫോട്ടോ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഫോട്ടോ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അഡ്രസ് ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇവിടെ കറന്റ് കൺട്രി ഓർ ടെറിറ്ററി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ന്യൂസിലാൻഡ് എന്ന് കൊടുക്കാം. നമ്മുടെ കറന്റ് ഫിസിക്കൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും സെയിം ആണോ എന്നുള്ളതാണ്. സെയിം ആണെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കൻസിന്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ആപ്ലിക്കൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് പേജ് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ യു ദ പ്രിൻസിപ്പൽ ആപ്ലിക്കൻറ്റ് ഓഫ് യുവർ റെസിഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ. അതിന് എസ് എന്ന് കൊടുക്കുക. Are you applying for a permanent resident visa based on your time spent in New Zealand? അത് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഇവിടെ എസ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് യുവർ റെസിഡന്റ് വിസ ലെറ്റർ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു കണ്ടീഷൻസ് ഇമ്പോസ്ഡ് അണ്ടർ സെക്ഷൻ 49 ഓഫ് ദി ഇമിഗ്രേഷൻ ആക്ട് 2009 എന്നുള്ളതാണ്. അതായത് നമ്മുടെ റെസിഡന്റ് വിസയുടെ കണ്ടീഷൻസിൽ അണ്ടർ സെക്ഷൻ 49 ഓഫ് ദി ഇമിഗ്രേഷൻ ആക്ട് 2009 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ എസ് എന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാനിവിടെ നോ കൊടുക്കുന്നു. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. നെക്സ്റ്റ്, ക്യാരക്ടർ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ബീൻ കൺവിക്റ്റഡ് അറ്റ് എനി ടൈം ഓഫ് എനി ഒഫൻസ് ഇൻക്ലൂഡിങ് എനി ഡ്രൈവിംഗ് ഒഫൻസ് എന്നുള്ളതാണ്. അതിന് ഞാൻ നോ എന്ന് കൊടുക്കുന്നു. ഈ താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് ഡീപ്പോർട്ട് ആയിട്ടുണ്ടോ, ഏതെങ്കിലും അറസ്റ്റ് വാറന്റ് ഉണ്ടോ, ഇതുപോലുള്ള ഒഫൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ എനിക്ക് നോ എന്ന ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം നോ എന്ന് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് പേജ് റിലേഷൻഷിപ്സ് എന്നാണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ പാർട്ട്ണർഷിപ്പ് സ്റ്റാറ്റസ്. ഇതിൽ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞാനിവിടെ മാരീഡ് എന്ന് ചൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറന്റ് പാർട്ട്ണർ. ഡു യു ഇൻറ്റൻഡ് ടു ഇൻക്ലൂഡ് യുവർ പാർട്ട്ണർ ഇൻ ദിസ് ആപ്ലിക്കേഷൻ. യെസ് കൊടുക്കാം. ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ. യെസ് ഓർ നോ. ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം. ഡു യു ഇൻറ്റൻഡ് ടു ഇൻക്ലൂഡ് ഓൾ യുവർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഇൻ ദിസ് ആപ്ലിക്കേഷൻ. യെസ്. ഹൗ മെനി ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഡു യു ഇൻറ്റൻഡ് ടു ഇൻക്ലൂഡ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ. ഇതിൽ ആരോ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് നമ്പർ കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ഇമിഗ്രേഷൻ അസിസ്റ്റൻസ് ആണ്. Person completing form. Are you completing this form on behalf of someone else? അതിന് നോ കൊടുക്കാം. Have you received assistance or immigration advice relating to this application? No. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് പേജ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിക്കുന്നതാണ്. Are all the documents you intend to upload in English? അത് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ എസ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഐഡന്റിറ്റി എവിഡൻസ് ആണ്. ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഏതെങ്കിലും ട്രാവൽ ഡോക്യുമെന്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് നാഷണൽ ഐഡന്റിഫിക്കേഷൻ കാർഡാണ്. അത് എൻ്റെ ആധാർ കാർഡിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ ആധാർ കാർഡാണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് പേജ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ തന്നെയാണ്. ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേറെ ഒന്നും ഇല്ലാത്തത് കാരണം ഞാനിവിടെ നോ കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിക്ലറേഷൻ ആണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്, അക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഡിക്ലറേഷൻ ആണിത്. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. നെക്സ്റ്റ് പേജ് വന്നിരിക്കുന്നത് റിവ്യൂ ആൻഡ് ഡിക്ലെയർ എന്നുള്ളതാണ്. നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റത്തെ ഈ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം റെഡി ഫോർ സബ്മിഷൻ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മൈ വിസാസ് എന്ന ഈ പേജിലേക്ക് വരുന്നു. ഇവിടെ പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇവിടെ ഫില്ലായിട്ട് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അനദർ ആപ്ലിക്കൻറ്റിനെ നമുക്ക് ആഡ് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാർട്ട്ണറാണോ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് പാർട്ട്ണർ കൊടുക്കുന്നു. ആപ്ലിക്കൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആപ്ലിക്കൻസിൻ്റെ ലിസ്റ്റിൽ സെക്കൻഡറി ആപ്ലിക്കൻ്റ് ആയിട്ട് വരുന്നു. അതിനുശേഷം പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുക. ഫയൽ നമുക്ക് ചൂസ് ചെയ്യാം. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഐഡന്റിറ്റി ഡീറ്റെയിൽസ് എന്ന ഈ പേജിലേക്കാണ് പോകുന്നത്. ഇനിയുള്ളതെല്ലാം പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യുവർ അഡ്രസ് ഡീറ്റെയിൽസ് ദ സെയിം ആസ് എ പ്രിൻസിപ്പൽ ആപ്ലിക്കൻസ് എന്നുള്ളതാണ്. അതിന് എസ് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് പേജ് അഡീഷണൽ ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് എന്നതാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ആപ്ലിക്കൻസ് റിലേഷൻഷിപ്പ് ടു ദ അഡീഷണൽ ആപ്ലിക്കൻറ്റ്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഹസ്ബൻഡ് എന്ന് ചൂസ് ചെയ്യുന്നു. ഹാസ് ദ അഡീഷണൽ ആപ്ലിക്കൻറ്റ് ബീൻ പ്രീവിയസ്ലി ഗ്രാൻറ്റഡ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് വിസ ഓൺ ദ ബേസിസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. എസ് കൊടുക്കാം. Are you and your partner living together in a genuine and stable relationship? എസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് പേജ് ക്യാരക്ടർ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള പേജാണ്. ഇത് നമ്മുടെ പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഉള്ള സെയിം പേജ് പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഇവിടെ എല്ലാം നോ കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് പേജ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൻ്റെ പേജാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ പാർട്ട്ണർഷിപ്പ് സ്റ്റാറ്റസ്? അത് മാരീഡ് എന്ന ഓപ്ഷനാണ്. ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ? യെസ്. ഡു യു ഇൻറ്റൻഡ് ടു ഇൻക്ലൂഡ് ഓൾ യുവർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഇൻ ദിസ് ആപ്ലിക്കേഷൻ? യെസ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് പേജ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. Are all the documents you intend to upload in English? Yes. നേരത്തെ പോലെ തന്നെ ഇവിടെ ഏതെങ്കിലും പാസ്പോർട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഓർ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അല്ല എങ്കിൽ നാഷണൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, അതിവിടെ നമുക്ക് ആധാർ കാർഡാണ്, അത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് പെർമിഷൻ ആൻഡ് അതോറിറ്റി എന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി അഡീഷണൽ ആപ്ലിക്കൻസിന് അതോറിറ്റി കൊടുക്കുന്നതിനുള്ള ഫോമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഈ ഫോം അപ്ലോഡ് ചെയ്തില്ല. വേണ്ടവർക്ക് ഇവിടെ ഈ ഫോം അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഡിക്ലറേഷൻ ഈ ബോക്സ് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ലാസ്റ്റ് പേജാണ് റിവ്യൂ ആൻഡ് ഡിക്ലെയർ. നമ്മുടെ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഡി ഫോർ സബ്മിഷൻ കൊടുക്കുക. ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത് പ്രീവിയസ് ആപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്ത പോലെ തന്നെ സെയിമായി തന്നെ ഫില്ല് ചെയ്യുക. ഇനി അഡീഷണൽ ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് എന്ന പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ആപ്ലിക്കൻസ് റിലേഷൻഷിപ്പ് ടു ദ അഡീഷണൽ ആപ്ലിക്കൻറ്റ്?
അത് പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് ഇൻക്ലൂഡഡ് എ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് aged under 16 and only one of the child's parents is included in this application, you must have the right to remove the child from their country of residence. Choose which option applies. ഞാൻ ചൂസ് ചെയ്ത് both parents are included in this application ആണ്. Next choose is this your biological child, yes കൊടുക്കാം. Next, save and continue. ഡിപ്പെൻഡൻറ്റ് ചൈൽഡിൻ്റെ ആപ്ലിക്കേഷനിൽ അഡീഷണൽ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന പേജ് ഒഴികെ ബാക്കി എല്ലാ പേജും ഫില്ല് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ലാസ്റ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം റെഡി ഫോർ സബ്മിഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ ആപ്ലിക്കൻസിൻ്റെയും ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പേ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. പെർമനന്റ് റെസിഡന്റ് വിസ അപ്ലൈ ചെയ്യുന്നതിന് എനിക്ക് $315 ആയത്. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം 2 weeks ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.